ആത്തിക്കുടി പഞ്ചായത്തിലെ 10-ാം വാർഡിൽപ്പെടുന്ന ചന്ദനക്കവല കാരിക്കവല റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. 1.5 കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ റോഡിൽ പല ഘട്ടങ്ങളിലായി കോൺക്രീറ്റ് നടത്തിയെങ്കിലും ഇനിയും 200 മീറ്ററിലധികം മൺപാതയായി കിടക്കുകയാണ്. കാരിക്കവല ഭാഗത്തു നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം പണി പൂർത്തീകരിച്ച ശേഷം അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. തുടർന്ന് പ്രതിഷേധങ്ങളേറെ ഉണ്ടായപ്പോൾ കഴിഞ്ഞ വർഷക്കാലം 200 മീറ്ററോളം കോൺക്രീറ്റ് നടത്തിയ അധികൃതർ പിൻവാങ്ങി. റോഡിന്റെ പേര് കാരിക്കവല ചന്ദനക്കവല എന്ന് തിരുത്തി എഴുതിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ഇത് ചന്ദനക്കവല കാരിക്കവല റോഡാണ്. ഈ റോഡ് വർഷങ്ങളായിട്ട് ഗതാഗതയോഗ്യം അല്ലാതായി കിടക്കുകയാണ്. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തപ്പോൾ കാരിക്കവല റോഡിൻ്റെ പേര് തിരുത്തി എഴുതി കാരിക്കവല ഭാഗത്തു നിന്നുമാണ് 200 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ചന്ദനക്കവല ഭാഗത്തു നിന്ന് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. അവിടെയാണ് വാഹനങ്ങൾ കയറി വരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴയത്ത് തോപ്രാംകുടി പാൽസത്തിലേക്ക് പാലുമായി പോയ ഒരു വണ്ടി ഇവിടെ മറിഞ്ഞ സംഭവം ഉണ്ടായതാണ്. കൂടാതെ നിരവധി വാഹനങ്ങൾ ഇവിടെ കയറാതെ വരികയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. കൂടാതെ ഈ വഴി ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ പോലും വാഹനങ്ങൾ കയറി വരാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. എന്നാൽ റോഡിന്റെ പേര് ആസ്തിയിൽ കിടങ്ങുന്നത് മേരിഗിരി അംഗൻവാടിപ്പടി, ചുഴുകുന്നേൽപ്പടി, തൈപ്പറമ്പിൽപ്പടി, കാരിക്കവല റോഡ് എന്നാണ്. എന്നാൽ ചന്ദനക്കവല ഭാഗത്ത് മുൻപ് കോൺക്രീറ്റ് നടത്തിയ ഭാഗത്തു നിന്നും 200 മീറ്ററോളമാണ് ഏറെ ശോചനീയാവസ്ഥയിലുള്ളത്. ഇവിടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 35 വർഷമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത് ഒരു 10-25 വർഷത്തിൽ കുറയാതെയായി. ഇപ്പം പണിതുതരാം, ഇപ്പം ശരിയാക്കാം എന്നും പറഞ്ഞിരുന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരോ ഈ പഞ്ചായത്തുകാരോ ഒന്നും കൈമലർത്തി കാണിച്ചതല്ലാതെ മറ്റ് യാതൊരു വാക്കും ഇത് ശരിയാക്കി തരാമെന്ന് ഒരുത്തനും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വോട്ടാകുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ച പണി തുടങ്ങും, ഇപ്പം തുടങ്ങും എന്നും പറഞ്ഞുള്ള വരവല്ലാതെ കണ്ട് ഒന്നും വോട്ട് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലെന്ന് പറയും. ഈ വഴി പിന്നെ കാണാനില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പഞ്ചായത്തിൽ പോകണമെന്ന് വരികയും ചെന്നാൽ പോലും ആ കാര്യം സാധിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലുള്ള പഞ്ചായത്തുകാരെ നമുക്കുള്ളത്. മുരിക്കാശ്ശേരി പഞ്ചായത്തുകാരെ അതുപോലെ തന്നെ വോട്ടിന് വരുമ്പോൾ നല്ല വാക്കും പറഞ്ഞല്ലേ വരവ്. അത് കഴിയുമ്പോൾ ഒരുത്തനെയും കാണാനില്ല. ഒരാവശ്യത്തിന് ആശുപത്രി കേസിന് പോകണമെന്ന വരിയിൽ എടുത്തുകൊണ്ട് പോകണം. കാരണവർ മരിക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ഇവിടുന്ന് മഴയത്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പല പ്രാവശ്യം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 85 വയസ്സായ ഞാൻ എന്നെ എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് എന്നെ ചെയ്യുകയും പണി തീരാത്ത റോഡിൽ കൂടെ മണ്ണിനകത്തൂടെ ചള്ളക്കകത്തൂടെ ഇട്ട് ഉരുട്ടി ഒരു തരത്തിലാ താഴെ വഴി കൊണ്ടുചെല്ലുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ശരിയാക്കി തന്നാൽ നല്ല ഉപകാരം. കഴിഞ്ഞ മഴക്കാലത്ത് തോപ്രാംകുടി സൊസൈറ്റിയിലേക്ക് പാലുമായി പോയ വാഹനം ഇവിടെ മറിഞ്ഞിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളടക്കം മറിയുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ പോലും വാഹനങ്ങൾ കയറി വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ക്ഷീരകർഷകർ ഉൾപ്പെടെ താമസിക്കുന്ന മേഖലയിൽ കാലിത്തീറ്റ ഉൾപ്പെടെ തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ആയതിനാൽ ഈ റോഡ് ഉടനടി സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചന്ദനക്കവല.